BLMൻ്റെ മംഗൾഭൂമി പദ്ധതിയുടെ കൊയ്ത്തുത്സവമാണ് ഇന്ന് ജനുവരി 3-ന് ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് 300-ൽ പരം ഏക്കർ സ്ഥലത്താണ് ഈ പദ്ധതി തുടക്കമിട്ടത്. നിലവിൽ 50-ൽ പരം ഏക്കറിലാണ് കൃഷി ചെയ്തത്. ഇന്നത്തെ ഈ പരിപാടി കൃഷിയുടെ വിളവെടുപ്പ്, അതായത് കൊയ്ത്തുത്സവവും മറ്റ് ഭാഗത്ത് വിത്ത് വിതയ്ക്കലും കൂടി ഇന്ന് ഈ ദിവസം നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് 3 ബസ്സുകളിൽ BLMൻ്റെ തന്നെ സ്വന്തം ബസ്സായ YBMൽ ഇന്ന് കാഞ്ചീപുരത്തേക്ക് പുറപ്പെട്ടു, അവിടെ എത്തി. ഈ ഉദ്ഘാടന പരിപാടി വളരെ നല്ല ഒരു പരിപാടിയാക്കി മാറ്റാൻ BLMലെ അംഗങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കൃഷിയിടത്തിലേക്ക് പോകുന്ന വഴി തന്നെ BLM ഫാമിലി വെൽക്കം എന്ന് തമിഴ് മക്കൾ നമുക്ക് വേണ്ടി ചെയ്തു വച്ചിട്ടുണ്ട്. വിശാലമായ കൃഷിയിടമാണത്. BLMൻ്റെ സ്ഥാപകനായ ശ്രീ R. പ്രേംകുമാർ സാറിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചത്. BLMൻ്റെ പ്രസിഡന്റ് കരുണാമൂർത്തി സാർ വളരെയധികം ഉത്സാഹത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് മംഗൾഭൂമി കൃഷി എന്ന പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി തുടക്കമിട്ട കൃഷിയിടത്തിൽ ഇന്ന് കൊയ്ത്തുത്സവം നടക്കുകയാണ്. ഇതാ നമ്മുടെ BLMൻ്റെ പ്രസിഡന്റ് കരുണാമൂർത്തി സാറ് ഉദ്ഘാടനം ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു. കൂടെ AGM വിനോദ് സാറുമുണ്ട്. നമ്മുടെ BLMൻ്റെ ഡയറക്ടർ സിബി സാർ, വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ സാർ, മറ്റൊരു വൈസ് പ്രസിഡൻ്റായ മുരുകൻ സാർ എന്നിവരുടെ നേതൃത്വത്തിലും BLMൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജൻ സാറും ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നു. വിശാലമായ കൃഷിയിടമാണ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ളത്. ഡയറക്ടർ സിബി സാറ് അവരെ സ്വീകരിക്കുന്നു. അവരെ GM കാർത്തിക് സാർ, AGM പ്രസന്ന സാർ തുടങ്ങിയവർ ഇതിന് നേതൃത്വം നൽകുന്നു. ഈ കൊയ്ത്തുത്സവത്തിന് പങ്കെടുക്കാൻ BLMൻ്റെ അംഗങ്ങൾ കൃഷിയിടത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നെൽകൃഷിയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ചെയ്തത്. അത് നെയ്ത്ത് കൊയ്ത്ത് യന്ത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി വരുന്ന കുറേ ഇടങ്ങളിൽ വിത്ത് വിതയ്ക്കലും കൂടി ചെയ്യുന്നുണ്ട്. ഒരേ സമയം കൊയ്ത്തുത്സവം നടത്തുകയും ആ സമയത്ത് തന്നെ വിത്ത് വിതയ്ക്കലും കൂടി ചെയ്യുന്നുണ്ട്. BLM പ്രസിഡന്റ് കരുണാമൂർത്തി കൃഷിയിടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കും. അതിനുശേഷം കൊയ്ത്തുത്സവം കൊയ്ത്തുത്സവം തുടങ്ങി. അംഗങ്ങളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി നെൽക്കതിർ കൊയ്യുന്നു. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഒരവസരമാണ് അംഗങ്ങൾക്ക് ലഭിച്ചത്. ഇന്നത്തെ തലമുറക്ക് കൊയ്ത്തെന്താന്ന്, കൃഷി എന്താണെന്ന് അറിയാത്ത ഈ കാലഘട്ടത്തിൽ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മംഗൾഭൂമി കൃഷി എന്ന പദ്ധതി പ്രകാരം കൃഷി ചെയ്യാനും അതിന് വിളവെടുക്കാനും ഒക്കെ അംഗങ്ങൾക്ക് സാധിക്കുന്നു. ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി, കാർഷിക മേഖല ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് BLM ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത്.
കൃഷിയില്ലെങ്കിൽ നമ്മുടെ രാജ്യമില്ല. കൃഷിയില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ലഭിക്കുകയില്ല. ഇതെല്ലാം മനസ്സിലാക്കി ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് BLMൻ്റെ സ്ഥാപകൻ ശ്രീ ആർ പ്രേംകുമാർ സാർ ഇങ്ങനത്തെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അംഗങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന ഒരു പദ്ധതിയാണ് മംഗൾഭൂമി കൃഷി എന്ന ഈ പദ്ധതി. ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകർക്ക് മാസം നല്ലൊരു ആദായം നൽകുന്നതോടൊപ്പം 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും വർഷം വലിയൊരു സംഖ്യ ബോണസായും കൂടി ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നവർ നൽകുന്നു. കൂടാതെ നിക്ഷേപകർക്ക് അവർക്ക് 4 വിധം അസുഖങ്ങൾക്ക് ക്യാൻസർ, അറ്റാക്ക്, സ്ട്രോക്ക്, ബൈപ്പാസ് സർജറി എന്നിവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്ന പദ്ധതിയാണ് മംഗൾഭൂമി കൃഷി എന്ന പദ്ധതി. ഈ പദ്ധതിയിൽ 5 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ആൾക്ക് ₹5000 വീതം മന്ത്ലി ബെനിഫിറ്റായിട്ട് 6 വർഷം ലഭിക്കുന്നു. കൂടാതെ 20,000 വീതം 3 പ്രാവശ്യം ബോണസ് ലഭിക്കുന്നു. 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് സാറാണ് വിത്ത് വിതയ്ക്കിൽ നിന്ന് ഈ ഭാഗങ്ങൾ നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ സിബി സാർ, ഡയറക്ടർ സിബി സാറുണ്ട്. എത്ര സന്തോഷകരമായിട്ടാണ് നമ്മുടെ GM കാർത്തിക് സാർ ഇതെല്ലാം വീക്ഷിക്കുന്നത്. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയുടെ ഉത്തേജനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇങ്ങനൊരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നു. നിരവധി പ്രോജക്റ്റുകൾ ചെയ്യുന്ന BLM ട്രാൻസ്പോർട്ട് മേഖല, ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ രംഗം, മറ്റ് നിരവധി പ്രൊജക്റ്റുകൾ ചെയ്യുന്ന BLM ഇതിൻ്റെ കൂടെ കാർഷിക മേഖലയിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ്. നിരവധി വില്ല പ്രൊജക്റ്റുകൾ BLM ചെയ്തുകൊണ്ടിരിക്കുന്നു. BLMൻ്റെ പുതിയ പദ്ധതി കേരളത്തിൽ 14 ജില്ലകളിലും നിർധനരായ പാവപ്പെട്ടവർക്ക് ഓരോ ജില്ലയിൽ 2 വീടുകൾ കൂടി നൽകുന്ന ഒരു പദ്ധതി ആദരണീയനായ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടറും സ്ഥാപകനുമായ ആർ പ്രേംകുമാർ സാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. കൃഷിക്കാവശ്യമുള്ള വെള്ളം വലിയൊരു കുളം തന്നെ ഈ കൃഷിയിടത്തിലുണ്ട്. വലിയൊരു പദ്ധതിയുടെ വിജയമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മംഗൾഭൂമി കൃഷി ഈ കൊയ്ത്തുത്സവത്തിന് ശേഷം ഇവിടെ നല്ലൊരു കലാപരിപാടിയും കൂടി നടന്നിട്ടുണ്ട്. ഈ പരിപാടി വിജയിപ്പിച്ച എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.